ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതോടെ പശ്ചിമേഷ്യയിലാകെ യുദ്ധഭീതി. ഇറാഖ് അടക്കം വിവിധ എംബസികളിൽ നിന്ന് US ഉദ്യോഗസ്ഥരെ ഒഴിപ്പിച്ചു. വിമാനപാതകൾ ഇറാൻ പൂർണ്ണമായി അടച്ചു. ഇറാൻ തിരിച്ചടിച്ചാൽ ഇസ്രായേലിനെ സഹായിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. 5 ഘട്ടങ്ങളിലായാണ് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയത്. IRGC തലവൻ ഹുസൈൻ സലാമി ഉൾപ്പെടെയുള്ളവർ ഇറാനിലെ പ്രമുഖരാണ് കൊല്ലപ്പെട്ടത്. നിരവധി സാധാരണക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈലാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സുഹൈൽ, ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ശക്തമായ ആക്രമണത്തിന് മറുപടിയായി ഇറാനിൽ നിന്നും പ്രത്യാക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ? എന്താണ് നിലവിലെ സ്ഥിതി? ഇപ്പോൾ 100-ലധികം ഡ്രോണുകൾ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്തി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇസ്രായേൽ. പക്ഷേ എല്ലാത്തിനെയും വെടിവെച്ച് വീഴ്ത്തി എല്ലാ ഡ്രോണുകളെയും നിർവീര്യമാക്കി എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. പക്ഷേ ഇസ്രായേലിലുടനീളം ലോക്ക്ഡൌണിന് സമാനമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത്. ആരും തന്നെ പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. പരമാവധി ആളുകൾ ബങ്കറുകളിലേക്ക് പോകുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ സൈനിക മേധാവികളടക്കം ബങ്കറുകളാണ് ഉള്ളത് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഒപ്പം വെസ്റ്റ് ബാങ്കിൽ പൂർണ്ണമായുള്ള ലോക്ക്ഡൌൺ ആണ്. അവിടെ ഫലസ്തീനികളെ ഇസ്രായേലി കേന്ദ്രങ്ങളിലേക്ക് വരാനുള്ള ഒരു വഴിയും ഇല്ലാത്ത രൂപത്തിൽ അടച്ചിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യ ആകെ ഇപ്പോൾ ഒരു സംഘർഷത്തിൻ്റെ ഒരു മുൾമുനയിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം യുഎസിൻ്റെ എംബസികളെല്ലാം തന്നെ ഇറാഖും അടക്കമുള്ള എംബസികളിൽ നിന്ന് അവരെ പിൻവലിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു അർത്ഥം അമേരിക്ക മുൻകൂട്ടി ഒരു സംഘർഷം മുന്നിൽ കാണുന്നു എന്ന് തന്നെയാണ്. വ്യോമപാതകൾ ഇറാനും അതേപോലെ തന്നെ ജോർദനും അടച്ചു കഴിഞ്ഞു. അതോടുകൂടി തന്നെ ആ മേഖലയിലെ വിമാന സർവീസുകൾ ആകെ താളം തെറ്റുന്നു. അത്